രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദത്തിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. യുവനടിക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തതിനാൽ കോടതിയിൽ തിരിച്ചടിയാകും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിൽ. കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുകളിലായി രാവും പകലുമില്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പീഡന പരാതിയുടെ പര്യവസാനത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് എംഎൽഎ ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറവൂർ ഭാഗത്തു നിന്നുള്ള ഒരു യുവനടി ഒരു ഇന്റർവ്യൂവിൽ കൊടുത്ത ചില പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നതും തുടർന്ന് പലരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതും. തുടർന്ന് വന്ന വാർത്താ പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ ഓടി നടന്ന് ഗർഭമുണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി ചില ചാനലുകൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. പ്രധാനമായും റിപ്പോർട്ടർ ചാനലിലെ കൊച്ചുകുട്ടികളെ കമൻ്റ് അടിച്ചതിന് പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു അവതാരകൻ രാവിലെ ഒരു കോഫി മഗ്ഗുമായിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടം നടത്തിയ പീഡനത്തിൻ്റെ രേഖാചിത്രം നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി വരച്ചു കാട്ടുകയും ഇരകളെക്കുറിച്ചുള്ള വളരെ ദീർഘമായിട്ടുള്ള വിശകലനങ്ങൾ നടത്തുകയും ഗർഭചിത്രം നടന്ന ആശുപത്രിയുടെയും നടന്ന രീതിയുടെയും എല്ലാം പല നേർചിത്രങ്ങൾ വരച്ചു കാട്ടുകയും എല്ലാം ചെയ്തു. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർന്ന് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തു. ആ കേസിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ വാർത്താ ശകലത്തിൽ കണ്ടത്. എന്താണ് ഈ മാധ്യമങ്ങൾ കേരളത്തിലെ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ്? ഈ ഒരു വാർത്തയുടെ മാത്രം ചുവട് പിടിച്ച് ചില മാധ്യമങ്ങൾ TRP റേറ്റിംഗിൽ കയറി വന്നതും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. മാധ്യമങ്ങളുടെ ഈ TRP യുദ്ധത്തിൽ സത്യം എന്നത് എവിടെയോ മൂടപ്പെടുകയും വ്യാജങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാട്ടിലെ തടി വരെ വിറ്റ് കാശുണ്ടാകുന്ന ചിലർ ചാനൽ മുതലാളിമാരായാൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കുമെന്ന് ഇതോടെ മനസ്സിലായി.